ഉണ്ടോ? അത് മീൻകോളാണ്. അത് കാട് കുടിച്ച് ആകെ കടക്കാണ്. അപ്പൊ ഞങ്ങളത് കേൾക്കാൻ പോവാണ്. സുന്ദരിനെ ഇതാ അവിടെ പുറത്തിരുത്തിക്കണ്. ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ വീട്ടിലില്ലേനു. അപ്പൊ വന്നപ്പോ ആകെ കാട് കുടിച്ച് കിടക്കാണ്. മുറ്റം ശരിയാക്കണം എന്ന് കരുതിയപ്പോഴാണ് ഈ കൊളക്കുടി ശരിയാക്കണല്ലോ എന്ന് കരുതിയത്. ഇവിടെ കുറച്ച് ഫുൾ കളറുള്ള പെയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കുറച്ച് കൊടുക്കുക ചെയ്യാ. ആദ്യം ഈ അസോളൊക്കെ ഇതിന്ന് എടുത്ത് മാറ്റണം. ഇത് ഞങ്ങളെ കോഴികൾക്ക് നല്ല ഇഷ്ടട്ടോ. ഒരു ഇതിലങ്ങടെ വന്നങ്ങടെ കൊത്തി തിന്നു. ഈ ബാക്കൊക്കെ കണ്ടില്ല, അവിടെ ആകെ കാട് പിടിച്ച് കിടക്കാണ്. ഐസൂര് നാപ്പൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് കുറച്ച് ദിവസം അമ്മമാന്റെ വീട്ടിലായിരുന്നു. കുളം ശരിയാക്കിയിട്ട് വേണം കേട്ടോ മുറ്റൊക്കെ ഒന്ന് ശരിയാക്കാന്. ഇതില് കുറച്ച് ഗപ്പിയാളുണ്ട്. ഒരു തവള തിന്ന് ചാടി പോണ കണ്ടീനു. ഗപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മീനിനെ പിടിച്ചാം. ഇതിൽ കൊറേ വെള്ളം ഉണ്ടായിട്ടാന്ന് തോന്നണ്. എല്ലാത്തിനും കിട്ടണില്ല. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി കൊടുക്കാം. എൻ്റെ അടുത്ത് ഐഫിനും ഐസൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഓല സൗണ്ടൊക്കെ കേൾക്കും. ഇപ്പൊ വെള്ളം ഏകദേശമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. ഇതിലാദ്യം ആമ്പലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേടന്ന് പോയി. അതിൻ്റെ ചേരും കല്ലൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം. ഇതിലാട്ടില് മീനുണ്ട്. അതൊക്കെ കോരിക്കാം. മീനിന് കിട്ടുമോ നോക്കട്ടെ. ഈ ആക്കരെ വെള്ളക്കുളിയൊക്കെ ഒഴിവാക്കട്ടെ. താഴെത്തിയപ്പോ ഇതിന്റെ കളറൊക്കെ കാണാൻ തുടങ്ങിക്കോളും. ഇത് വാങ്ങിയപ്പോ ബ്ലൂ കളറേനു ട്ടാ. കുറച്ച് മീനുകൾ ഇതിന്ന് കിട്ടി. 4 കിട്ടി. ബാക്കി തവള തിന്നുന്നാ തോന്നണത്. എനിക്ക് മാത്രം മീനിന് പിടിക്കാൻ പറ്റില്ല. താഴെത്തിയപ്പോ കുറച്ചുകൂടി മീനുണ്ടായിരുന്നു. ഗപ്പായോണ്ടേ പെട്ടെന്ന് കാണണില്ല. ഇനി ഇത് കേകി വൃത്തിയാക്കണം. ഹെൽപ്പ് ചെയ്യണത് ഫെമിയാണ്. ഓള് ഇന്നലെ ഇവിടെ വിരുന്നേനൂട്ടാ. ഞങ്ങൾ 2 ആൾ കൂടി ഒന്ന് കേകി വൃത്തിയാക്കി. ഇനി നമുക്ക് ഇതിന് പെയിന്റ് അടിക്കാം. സത്യത്തില് പറഞ്ഞാൽ അത് പെയിന്റ് അടിച്ച് പഠിച്ചു കേട്ടോ. അതുകൊണ്ട് ചെലപ്പോ കോളാവും. എന്തായാലും നമുക്ക് അടിച്ചു നോക്കല്ലേ. എനിക്ക് പെയിന്റ് അടിക്കണ ഇഷ്ടാട്ടോ. എടുക്ക ചെടി കൂടിയൊക്കെയാണ് പെയിന്റ് അടിക്കുന്നത്. ഫെമി ഞാൻ അടിച്ചോളൊക്കെ ഒന്ന് പറയണ്ട. ഞാൻ ബ്രഷ് കൊടുത്തില്ല. ഞങ്ങളെ കളിക്കൊണ്ട് കുറച്ച് ലൂസ് ആയിക്കണു. ഉളങ്ങുമ്പോ ശരിയാവുമെന്ന് വിചാരിക്കുന്നു.
ഏകദേശമൊക്കെ റെഡിയായി. വെറുതെ നിൽക്കുമ്പോ ഐഡിയ എന്നിട്ട് ഈ പെയിന്റ് അടി ഡ്രസ്സിലായി ഒറ്റക്ക് തീരുമാനം ഇരുന്ന് അമ്മയ്ക്ക് പറഞ്ഞത്. ഭാഗ്യത്തില് ഡ്രസ്സിലൊന്നും ആയിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പുളിയായില്ലേ? ഇത് കുറച്ചേരം ഉളങ്ങട്ടെ. അതിൻ്റെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോ വെള്ളം അയച്ചു. ഇനി അസോളൊക്കെ അയക്കാതെ ഇട്ടെടുക്കാം. ഇപ്പൊ ഇങ്ങനെ അതിനെ കട്ടിയും ഭംഗിയായില്ലേ? ഇനി പെയിന്റ് കൊണ്ട് കുറച്ച് ചെടികളൊക്കെ അവിടെ കേടുന്നു. പെയിന്റ് ബാക്കിയായപ്പോ ഇതുകൂടി അടിച്ചാന്ന് വിചാരിച്ചു. ഇവിടുത്തെ കാടൊക്കെ കളഞ്ഞപ്പോ നല്ല വൃത്തിയായി. ഇനി ചെടിയൊന്ന് മാറ്റി വെച്ചു. നല്ല കാടൊക്കെ പറിച്ചഴിഞ്ഞു. ഈ ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ കൊത്തിരിക്കാണ്. ഇത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. തൽക്കാലം ഇങ്ങനെ റെഡിയാക്കി വെച്ചാലേ ബാക്കിയുള്ള സമയം പോലെ ചെയ്യാം. ഇനി ഇവിടെ കുറച്ച് ചെടികൾ കൂടി വെച്ച് ഭംഗിയാക്കണം. ഇനി നല്ലോണം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.